നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് മറിയം ബോഡി ലോഷൻ്റെ. സോ മറിയം ബോഡി ലോഷൻ്റെ അതേ ഫ്രാഗ്രൻസിൽ വരുന്ന ഒരു സോളിഡ് പെർഫ്യൂമാണ് അൽസയ മറിയം. ഇത് പേരും മറിയം എന്ന് തന്നെയാണ്, അതിന് ഇൻസ്പയർഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സോളിഡ് പെർഫ്യൂമാണ്. സോളിഡ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്രീം ബേസ്ഡായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ചില വാക്സ് ഒക്കെ ബേസ്ഡ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിൽ ഇത്തിരി കൂടി ഒരു ലോഷൻ ടൈപ്പ് പോലത്തെ ഒരു പെർഫ്യൂം. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ഉള്ളതാണ്. ഈ സ്റ്റിക്കിൽ പെർഫ്യൂം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് പെർഫ്യൂം തേച്ചു. നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്ത് പോയാൽ മതി. നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഈ മറിയം ബോഡി ലോഷൻ്റെ ഒരു ഫ്രാഗ്രൻസ് തന്നെ, അതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസ് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ അതിൻ്റെ ഒരു നോട്ട്സ് പറയാം. ഇത് നമുക്കൊരു സ്വീറ്റ് ഫ്രാഗ്രൻസ്, ഒരു അരോമാറ്റിക് സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് വരിക. കുറച്ചൊരു മസ്കി ഫ്രാഗ്രൻസും ഉണ്ട്. പിന്നെ ഏറ്റവും ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ ഇത്തിരി ഒരു ആംബർ ടച്ചും, അങ്ങനെയാണ് ഇതുള്ളത്. അത് ഇതേ സാധനം തന്നെയാണ് മറിയത്തിൽ വരുന്ന ഫ്രാഗ്രൻസ്. പക്ഷേ എന്താ പറയുക, ഒരു പെർഫ്യൂമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. ഒരു സാധാരണ നമ്മളൊരു സ്പ്രേ അല്ലെങ്കിൽ ഒരു റോളോൺ പോലെ അങ്ങനെ കൂടുതൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല ഇത്. നമുക്കൊരു 2 to 3 hours ഒക്കെ ഫ്രാഗ്രൻസ് നിൽക്കുന്ന ഒരു ക്രീം അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോളിഡ് പെർഫ്യൂം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ ഇത് അപ്ലൈ ചെയ്തിട്ട് എത്ര ഹവേഴ്സ് ഇത് പ്രൊജക്റ്റ് ചെയ്യും, എത്ര ലാസ്റ്റ് ചെയ്യും, അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു സാധനമല്ല. നമ്മളെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സമയം ഒരു 2 to 3 hours ഒക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ മോർണിംഗിൽ യൂസ് ചെയ്യാം, രാത്രി കിടക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോകണമെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു വൈബ് കിട്ടാൻ ഇത് കുറച്ചെടുത്തിട്ട് നെക്കിൽ എവിടെയെങ്കിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ പോകാനെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 180 rupees ഫ്രീ ഡെലിവറി ഇൻസൈഡ് കേരള. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ 220 rupees ആണ് പ്രൈസ് വരിക. കാരണം എന്താ വെച്ചാൽ ഇതിന് ഓൾറെഡി 180 rupees ആയിട്ട് നമ്മൾ ചാർജ്. ഇത് ആക്ച്വലി മാർക്കറ്റിൽ 250 rupees സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഇത് കൊടുക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് 180 rupees കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചില സ്ഥലത്ത് കേരളത്തിന് പുറത്തോട്ട് കൊറിയർ അയക്കുമ്പോൾ ചില സ്ഥലത്തോട്ടൊക്കെ 130 rupees 140 rupees ഒക്കെ കൊറിയർ ചാർജ് തന്നെ വരും. പിന്നെ ഇപ്പോൾ ഇത് ഓൾറെഡി 150 ഒരു സാധനം, പിന്നെ അത്രയും കൊറിയർ ചാർജ് കൊടുക്കുമ്പോൾ അതിൽ ലോജിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഇതൊരു ബാക്കി എന്തായാലും ലോസാണ് നമ്മൾ ഈ നോർത്തിലേക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ. കാരണം ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഡൽഹി, പഞ്ചാബ്, കാശ്മീർ ഈ സ്ഥലങ്ങളിലൊക്കെ വരാറുണ്ട്. ഇവിടേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വലിയ കൊറിയർ ചാർജാണ്. അപ്പോൾ ഈ കൊറിയർ ചാർജ് എന്തായാലും നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും എല്ലതും അതിന്മേൽ ലോസ് ആയിട്ട് പോകും. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും അത് സാധനം ആളുകൾക്ക് എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയാറാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് അത് അയച്ചു കൊടുത്തേക്കുക എന്നുള്ളത്. പക്ഷേ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് ചെറിയ പ്രൈസിന് കൊടുക്കുന്ന ഒരു സാധനത്തിന് പിന്നെ ഇത് ഫ്രീ ഡെലിവറി എന്താ പറയുക, ഇവിടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ചാർജിന് ചോദിക്കരുത്. അപ്പോൾ അതിന് ഒരു 40 rupees കൂടി എക്സ്ട്രാ നമ്മൾ എന്താ പറയുക ഔട്ട്സൈഡ് കേരള ആകുമ്പോൾ നമുക്കങ്ങനെ ആഡ് ചെയ്യേണ്ടി വരും. എന്നാലേ ഇത് അയച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. എന്നാലും ഇത് ലോസാണ്, അതും പറഞ്ഞുതരാം. പക്ഷെ എന്നാലും വേണ്ടവർക്ക് ആ ഒരു റീസണബിൾ പ്രൈസിൽ ഇത് കിട്ടുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.